ഇപ്പോൾ നമുക്ക് ശ്രീകൃഷ്ണ ജയന്തി കാഴ്ചകളിലേക്ക് പോകാം. ഇന്ന് ശ്രീകൃഷ്ണ ജയന്തിയാണ്. നമുക്കറിയാവുന്ന പോലെ ഗുരുവായൂരും അമ്പലപ്പുഴയിലും ഒക്കെ വലിയ ഭക്തജന തിരക്കുണ്ട്. ഗുരുവായൂരിലെ പ്രസിദ്ധമായ ഉറിയടി ഘോഷയാത്ര 9 മണിക്ക് മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്നും ആരംഭിക്കും. വർണ്ണാഭമായ ശോഭയാത്രകളും സംസ്ഥാനം ഒട്ടാകെ നടക്കും. അപ്പോൾ രണ്ടിടത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ആദ്യം ഗുരുവായൂരിൽ നിന്ന് ലെവിൻ കെ വിജയനുണ്ട്, പിന്നീട് അമ്പലപ്പുഴയിൽ നിന്ന് മനീഷ് ഏഷ മാത്യു നമുക്കിപ്പം ചേരും. ഞാൻ ലെവിനിലേക്ക് ആദ്യം പോയിട്ട് വരാം, ഗുരുവായൂരിലെ കാഴ്ചകൾ കാണാം. ലെവിനെ, ഗുഡ് മോർണിംഗ്. അപ്പോൾ നേരത്തെ നമ്മൾ ഗുരുവായൂരിലെ കാഴ്ചകൾ കണ്ടിരുന്നു. കാണുന്ന സമയത്ത് ഈ പറഞ്ഞറിയിക്കാൻ വയ്യാത്ത തിരക്കായിരുന്നു. അവിടെ പ്രത്യേകിച്ച് ഒത്തിരി കല്യാണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. ഇപ്പോൾ എന്താണ് ആൾക്കാരുടെ എണ്ണം? ഇന്നിപ്പം പറയണ്ടല്ലോ അല്ലേ, ഭക്തജന തിരക്ക് ഭീകരമായിരിക്കും അല്ലേ? ഗുഡ് മോർണിംഗ്. ഗുരുവായൂർ ജന്മാഷ്ടമി ദിവസം ക്ഷേത്രത്തിൽ എത്താൻ കഴിയുന്നത് തന്നെ ഭാഗ്യമായി കണക്കാക്കുന്ന ഭക്തരാണ് ലോകമെമ്പാടുമുള്ളത്. അതുകൊണ്ട് തന്നെ ഗുരുവായൂരിലേക്ക് എത്തിയിരിക്കുന്ന ആളുകളുടെ എണ്ണം നമുക്ക് പറയേണ്ടതില്ല. പുലർച്ചെ 3 മണിക്ക് നട തുറന്നതാണ്. ആ സമയം മുതൽ അഭൂതപൂർവമായ തിരക്കാണ് ഇങ്ങനെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് എൻ്റെ പിന്നിൽ കാണുന്ന ദൃശ്യങ്ങളിലൂടെ തന്നെ മനസ്സിലാക്കാം. ഈ ക്ഷേത്രത്തിൻ്റെ ഈ നടയിൽ മാത്രമുള്ള തിരക്കാണിത്. ചുറ്റുപാടും ക്ഷേത്ര പരിസരങ്ങളിലും മറ്റുമാക്കിയായി നിരവധി ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ഇങ്ങനെ ക്യൂ നിന്നിട്ടാണ് ഇനിയും ദർശനം നടത്താൻ വേണ്ടി ഉള്ളത്. ഗുരുവായൂരിലെ ഏറ്റവും വലിയ ആകർഷണങ്ങളിലൊന്ന് ഇന്ന് ജന്മാഷ്ടമി ദിവസത്തിൻ്റെ ഇതുപോലുള്ള കുഞ്ഞിക്കണ്ണന്മാരാണ്. ഇത്തരത്തിലുള്ള രാധികമാരും കുഞ്ഞിക്കണ്ണന്മാരും ഒക്കെ ഇങ്ങനെ നമുക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാഴ്ചകൾ ഒരുപാട് കാണാൻ കഴിയുന്ന ഒരു ദിവസമാണ്. ഇങ്ങനെ ഈ കുഞ്ഞ് ഇങ്ങനെ കൃഷ്ണവേഷമൊക്കെ കെട്ടി ഇങ്ങനെ ഇരിക്കുന്ന കാണാൻ നേരത്തെ തന്നെ ഒരു ഏറ്റവും വലിയ സന്ദേശം തോന്നുന്നത്. ഏതായാലും അമ്മയോട് തന്നെ എന്ന് ചോദിച്ചേക്കാം, എന്താണ് കുഞ്ഞികൃഷ്ണൻ എന്താ പറയുന്നത്? നമ്മളെല്ലാരും വിളിക്കുകയാണ്. അവർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആണ് എല്ലാവരും കണ്ടപ്പോൾ. ആദ്യമായിട്ടാണോ ക്ഷേത്രത്തിൽ കുട്ടിയുമായി? കുട്ടിക്ക് ചോറൂണ് കഴിഞ്ഞിട്ട് ആദ്യമാണ് അഷ്ടമിക്ക് വരുന്നത്. ഇങ്ങനെ വരുന്നത് ജന്മാഷ്ടമിക്ക് വേഷം കെട്ടിട്ട് വരാവുന്ന വെച്ചായിരുന്നു പ്രാവശ്യം കണ്ടിട്ട്. ഇങ്ങനെ കുഞ്ഞിനെ കൃഷ്ണവേഷത്തിൽ കെട്ടിച്ച് അണിയിച്ചൊരുക്കി വരാനുള്ളൊരു കാരണം വിശ്വാസമാണ്. എന്താണ് അങ്ങനെ? അത് നമ്മൾ സ്ഥിരം ഗുരുവായൂർ അമ്പലത്തേക്ക് വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഇങ്ങനെ കണ്ടു. അപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു. രണ്ടാമത്തെ കുട്ടിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പോൾ ഇവിടുത്തെ പോയ പ്രാവശ്യം ഇവിടെ കുറേ കുട്ടികളെ കണ്ടപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയതാണ്. അപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കുട്ടികളൊക്കെ ആയി പറഞ്ഞു. ഭഗവാനെ ഞാനും എനിക്ക് അന്ന് വരാം, അതുപോലെ ഞാൻ വരാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കുട്ടിയും കൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഒരുക്കി കൊണ്ടുവന്നേ. ദർശനമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തൊഴാൻ പറ്റിയോ? നമുക്കിന്ന് തൊഴാനൊന്നും പറ്റില്ല. ഒന്ന് കുട്ടികളെ കൊണ്ട് അങ്ങോട്ട് പോകാൻ പറ്റില്ല. പിന്നെ സാധാരണ പിന്നെ അച്ഛനമ്മയും ഉണ്ട്. പിന്നെ അവർക്ക് ഞങ്ങളെ വിട്ടിട്ട് അങ്ങോട്ട് പോകാൻ പറ്റിയ സീനിയർ സിറ്റിസണിൽ നമ്മൾ വന്ന് കണ്ടു. ഞങ്ങൾ കണ്ടു, ഇവിടുന്ന് ഉമ്മർത്ത് നിന്ന് കണ്ടു ഭഗവാനെ. എന്തായാലും ഇങ്ങനെ ഇത് ഒരു കുഞ്ഞികൃഷ്ണനെ മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇങ്ങനെ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. ഗോപികമാരെയും കൃഷ്ണന്മാരെയും ഒക്കെ ഇങ്ങനെ ഓരോ സമയത്തിലേക്കും ഇവിടെ നമുക്ക് കാണാനാകും. പക്ഷേ ഗുരുവായൂർ ക്ഷേത്രത്തിലല്ല ഈ ഗോപികമാരും കണ്ണന്മാരും ഒക്കെ വരുന്നത് എന്നുള്ളത് വെച്ചാൽ ഘോഷയാത്രയോടൊപ്പം വരുന്നത് എന്നുള്ളതാണ്. 9 മണിയോടുകൂടി സമീപ ക്ഷേത്രങ്ങളിൽ നിന്നും മറ്റുമൊക്കെയായിട്ട് നിരവധി ആളുകൾ. ഏതെങ്കിലും ഒരു വിവാഹ ജോഡി കൂടി ശ്രീ ജന്മാഷ്ടമി ദിവസം വിവാഹം കഴിക്കാൻ പറ്റി. അത് ഗുരുവായൂർ അമ്പലത്തിൽ എന്താ അത് നല്ലൊരു അനുഗ്രഹമായിട്ട് കരുതുന്നു. ഇന്ന് തന്നെ ചൂസ് ചെയ്യാൻ പറ്റിയത് എനിക്ക് വളരെ ഒരു നല്ല കാര്യമായിട്ട്. എല്ലാ തയ്യാറെടുപ്പുകളും ഒക്കെ പൂർത്തീകരിച്ചു. എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്, ഗുരുവായൂരിലെ ഒരു വിവാഹ എക്സ്പീരിയൻസ്? എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. പക്ഷെ തിരക്ക് പ്രതീക്ഷ, പക്ഷെ പെട്ടെന്നെല്ലാം കഴിഞ്ഞു. അത് ആക്ച്വലി പറ്റിയോ? നേരത്തെ തൊഴുതിട്ടാണ് കയറിയത് ആക്ച്വലി. വിവാഹ വാർഷിക ആശംസകൾ. അല്ല സോറി, വിവാഹ ഏതായാലും സേതു, നമുക്കറിയാം ഈ ഗുരുവായൂരിലെ തിരക്ക് എന്നുള്ളത്. ഗുരുവായൂർ ജന്മാഷ്ടമി ദിവസം അങ്ങനെ എടുത്തു പറയത്തക്കതായിട്ടുള്ള പ്രത്യേക പൂജകളോ വിശേഷ പൂജകളോ ഒന്നുമില്ല. പക്ഷേ ഈ തിരക്ക് ഉള്ള ദിവസം ശ്രീകൃഷ്ണൻ്റെ ജന്മാഷ്ടമിയായി കരുതുന്ന, ജന്മദിനമായി കരുതുന്ന ഗുരുവായൂർ അഷ്ടമിരോഹിണി മഹോത്സവത്തിൽ മറ്റും പങ്കെടുക്കാനായിട്ട് സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുമുള്ള നിരവധി ആളുകളാണ് ഇങ്ങനെ വരുന്നത്. പക്ഷേ പ്രസാദ ഊട്ടടക്കമുള്ള പ്രധാനപ്പെട്ട ചടങ്ങുകളുണ്ട്. വൈകിട്ട് നടക്കുന്ന വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഉറിയടി ഘോഷയാത്ര അല്ലെങ്കിൽ ശോഭായാത്രകളുണ്ട്, സാംസ്കാരിക സമ്മേളനങ്ങളുണ്ട്, പ്രത്യേക മേളങ്ങളുണ്ട്, കലാപരിപാടികളുണ്ട്. ഇതൊക്കെ ആസ്വദിക്കാനും ഇതിലൊക്കെ പങ്കുചേരാനും എത്തുന്നത്. മറ്റൊരു കുഞ്ഞികൃഷ്ണനെ കൂടി കാണാം. നമുക്ക് അത്ര മനോഹരമായിട്ടുള്ള ദൃശ്യങ്ങൾ. ഹലോ, എന്താ കുട്ടിയെ ആദ്യമായിട്ടാണോ കൃഷ്ണവേഷത്തിൽ? എന്താണ് ഈ ജന്മാഷ്ടമി ദിവസം തന്നെ വന്ന് ഗുരുവായൂർ തൊഴാൻ കഴിയുന്നത് ഭാഗ്യമായിട്ട്?
സേതു അങ്ങനെ ഒട്ടേറെ ദൃശ്യങ്ങൾ നമുക്കിങ്ങനെ കാണാൻ മനോഹരമായ കാഴ്ചകളുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ തിരക്കും ആളും ബഹളവും ഒക്കെ എങ്കിലും അതേപോലെ തന്നെ ഈ ജന്മാഷ്ടമി ദിവസം അതിൽ ഒട്ടേറെ പ്രത്യേകതകൾ കൊണ്ട് നിറഞ്ഞതാണ്. ഏറ്റവും വലിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ മനോഹരമായ കാഴ്ചകൾ, നമുക്ക് മനസ്സിൽ സന്തോഷം തരുന്ന ഈ കുഞ്ഞു കൃഷ്ണന്മാരെയും ഗോപികമാരെയൊക്കെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ വേഷം ധരിപ്പിച്ച ആളുകൾ എത്തിത്തുടങ്ങിയിട്ടേ ഉള്ളൂ. 9 ഇനിയിപ്പം ഈ മണിയോടുകൂടി ഘോഷയാത്രയൊക്കെ അതിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയായിരുന്നോ? അതിപ്പോ ഈ മമ്മിയൂരിൽ നിന്ന് അതെപ്പോഴായിരിക്കും വരിക? സേതു 9 മണിയോടുകൂടിയാണ് ഈ ശോഭായാത്രകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഏറ്റവും ആദ്യം ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തുക. സമീപ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ ഇത്തരത്തിൽ ശോഭായാത്ര ക്ഷേത്രത്തിലേക്ക് എത്താറുണ്ട്. പക്ഷേ ഗുരുവായൂർ അമ്പലത്തിലേക്ക് ഏറ്റവും ആദ്യം എത്തുന്നത് മമ്മിയൂർ ശിവക്ഷേത്രത്തിൽ നിന്നുള്ള ശോഭായാത്രയാണ്. അവിടെ നൂറുകണക്കിനായിട്ടുള്ള ഗോപികമാരും കണ്ണന്മാരുമൊക്കെ അണിചേർന്ന് മനോഹരമായ ഗോപികാ നൃത്തത്തോടുകൂടിയൊക്കെ ഉറിയടിയൊക്കെ നടത്തി വരുന്നത് 9 മണിക്കാണ് തുടങ്ങുക. അവിടെ പരിപാടികൾ തുടങ്ങുന്നത് 9 മണിയാണ്. ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയായിരിക്കും ക്ഷേത്രത്തിൽ ഈ ശോഭായാത്ര എത്തുക. അതോടൊപ്പമാണ് നിരവധി ആളുകൾ ഈ ഘോഷയാത്രയുടെയൊക്കെ ഭാഗമായി അണിചേരുന്നതും കലാപരിപാടികൾ അവതരിപ്പിക്കുന്നതുമൊക്കെ. മമ്മിയൂർ ക്ഷേത്രം മാത്രമല്ല, ഗുരുവായൂർ തന്നെയുള്ള പെരുന്തട്ട ശിവക്ഷേത്രം, അതോടൊപ്പം തന്നെ നെന്മണി ബലരാമക്ഷേത്രത്തിലേക്ക് നിന്നും ഇവിടേക്ക് എത്തുമ്പോൾ ദേവസഹോദര സംഗമം നടക്കുന്നു എന്നുള്ളതാണ് വിശ്വാസവും ഐതിഹ്യവും ഒക്കെ. ബലരാമനും ശ്രീകൃഷ്ണനും ഗുരുവായൂരിലെത്തി ഒന്നിച്ച് നേരിട്ട് കാണുന്നു എന്നുള്ളതാണ് വിശ്വാസം. അങ്ങനെ ആഘോഷങ്ങൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ഒക്കെ ഗുരുവായൂരിലെ ജന്മാഷ്ടമി ദിവസം പ്രസിദ്ധമാണ്, പ്രത്യേകതകൾ നിറഞ്ഞതാണ്. ഏതായാലും പെരുവനംകുട്ടന്മാരുടെ അടക്കമുള്ള നേതൃത്വത്തിൽ വലിയ മേളം 2 തവണകളിലായി നടക്കും. അതോടൊപ്പം തന്നെ പ്രസിദ്ധരായ ഒട്ടേറെ കലാകാരന്മാർ പങ്കെടുത്തുകൊണ്ടുള്ള മേളം നടക്കാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രസാദ ഊട്ടാണ്. 38 ലക്ഷം രൂപയാണ് ദേവസ്വം ഈ ജന്മാഷ്ടമി ദിവസത്തിനായി എസ്റ്റിമേറ്റ് തയ്യാറായിരിക്കുന്നത്. അതിലേറ്റവും ചെലവഴിച്ചിരിക്കുന്ന തുക ചെലവഴിക്കുക ഈ പ്രസാദ ഊട്ടിന് വേണ്ടിയിട്ടാണ്. വിശേഷ വിഭവങ്ങളൊക്കെ ചേർത്തുകൊണ്ടുള്ള പ്രസാദ ഊട്ടിന് വേണ്ടി ആണ് ഏറ്റവും തുക ചെലവഴിക്കുക. ഇതിനോടകം തന്നെ 40,000 പേർക്കുള്ള ഭക്ഷണത്തിൻ്റെ ക്രമീകരണങ്ങൾ, പ്രസാദ ഊട്ടിൻ്റെ ക്രമീകരണങ്ങളാണ് ദേവസ്വം ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം മറ്റ് സംവിധാനങ്ങൾ കൂടി ഭക്തർക്ക് വിപുലമായി വരാനും പ്രാർത്ഥിക്കാനും ദർശനം നടത്താനുമൊക്കെ ഉള്ള വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങൾ കൂടി ചെയ്തിട്ടുണ്ട്. പുലർച്ചെ 6 മണി വരെ മാത്രമായിരുന്നു VIP ദർശനമുള്ളത്. ബാക്കിയുള്ള സമയങ്ങളിൽ മുഴുവൻ പരമാവധി ഭക്തർക്കും ഗുരുവായൂരപ്പനെ നേരിട്ട് കണ്ട് തൊഴാനും പ്രാർത്ഥിക്കാനുമുള്ള അവസരം ഒരുക്കുകയാണ്. അങ്ങനെ അത്തരത്തിൽ നിരവധി ക്രമീകരണങ്ങൾ ദേവസ്വം ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് എടുത്ത് പറയേണ്ടതായിട്ടുള്ള കാര്യം. ഞാൻ ലെവലിലേക്ക് മടങ്ങിയെത്താം. നമ്മളിപ്പം ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ശ്രീകൃഷ്ണ ജയന്തി ദിവസത്തെ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക്